എല്ലാ കുട്ടികൾക്കും എസ് പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 4 സിവിലൈസേഷൻസ് അല്ലെങ്കിൽ 4 സംസ്കാരങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒന്നാമതായിട്ട് മെസപ്പൊട്ടോമിയൻ സംസ്കാരം, രണ്ടാമതായിട്ട് ഈജിപ്ത്യൻ സംസ്കാരം, മൂന്നാമതായിട്ട് ചൈനീസ് സംസ്കാരം, അതുപോലെ തന്നെ നാലാമതും അവസാനത്തവുമായിട്ട് ഹാരപ്പൻ സംസ്കാരം. ഇങ്ങനെ 4 സംസ്കാരങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്ക് ആദ്യത്തെ മെസപ്പൊട്ടോമിയൻ സംസ്കാരം എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ നോക്കാം. ദ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ഫ്ലറിഷ്ഡ് ഇൻ ദ വാലീസ് ബിറ്റ്വീൻ യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ് റിവേഴ്സ്. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതടങ്ങളിലാണ് നമ്മുടെ മെസപ്പൊട്ടോമിയൻ സംസ്കാരം വളർന്നു വന്നത്. ദ വേർഡ് മെസപ്പൊട്ടോമിയ മീൻസ് ദ ലാൻഡ് ബിറ്റ്വീൻ റിവേഴ്സ്. നമുക്കറിയാം അല്ലെ, ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ ഇടയിൽ, ലാൻഡ് എന്ന് പറഞ്ഞാൽ ഭൂമിയാണ്, റിവേഴ്സ് എന്ന് പറഞ്ഞാൽ നദിയാണ് അല്ലെ. അപ്പൊ നമുക്കറിയാം മെസപ്പൊട്ടോമിയ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? നദികൾക്കിടയിലുള്ള പ്രദേശം അല്ലെങ്കിൽ നദികൾക്കിടയിലുള്ള നാട് എന്നാണ് മെസപ്പൊട്ടോമിയ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം. ഇറ്റ് ഈസ് നൗ ഇൻ ഇറാഖ്. അതായത് നമ്മുടെ മെസപ്പൊട്ടോമിയൻ സംസ്കാരം അല്ലെ, അല്ലെങ്കിൽ അത് ഇന്ന് നിലനിൽക്കുന്നത് ഇറാഖിലാണ്. ദ ക്യൂണിഫോം സ്ക്രിപ്റ്റ് എൻവലപ്ഡ് ഇൻ മെസപ്പൊട്ടോമിയ, അല്ലെങ്കിൽ മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിൽ വളർന്നു വന്ന അല്ലെങ്കിൽ ഉണ്ടായ സ്ക്രിപ്റ്റാണ് അല്ലെങ്കിൽ ലിപിയാണ് ഇത് ക്യൂണിഫോം ലിപി. ലാസ്റ്റ് പോയിന്റ്, ദ സിഗുറാറ്റ്സ് ആർ ദ മേജർ റിമെയിൻസ് ഓഫ് ദ ഗ്രേറ്റ് സിവിലൈസേഷൻ. മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട ചരിത്ര ശേഷിപ്പാണ് സിഗുറാസ് അല്ലെങ്കിൽ സിഗുറാത്തുകൾ. ഓക്കെ, ഇത്രയാണെന്ത് നമ്മുടെ മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തെക്കുറിച്ച് അല്ലെങ്കിൽ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് അതിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി പഠിക്കണം, അതായത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. നമ്മൾ പറഞ്ഞു എന്താണ് ക്യൂണിഫോം സ്ക്രിപ്റ്റ്, അതുപോലെ തന്നെ എന്താണ് സിഗുറാസ്. ഇത് 2 നമ്മൾ ഒന്നും കൂടി വിശദമായിട്ട് പഠിക്കാം. അപ്പം നമുക്ക് ആദ്യം എന്താണ് ക്യൂണിഫോം സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ എന്താണ് ക്യൂണിഫോം ലിപി എന്നുള്ളത് നോക്കാം. ദ ക്യൂണിഫോം ഈസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് നോൺ സ്ക്രിപ്റ്റ്സ്. അപ്പോൾ ക്യൂണിഫോം ലിപി എന്ന് പറഞ്ഞാൽ എന്താ? പുരാതനമായിട്ടുള്ള ഒരു എഴുത്ത് ലിപിയാണ് ഇത് ക്യൂണിഫോം സ്ക്രിപ്റ്റ്. ഇറ്റ് വാസ് ഡെവലപ്ഡ് ഇൻ ദ റീജിയൻ ഓഫ് സുമർ. അതായത് സുമർ എന്ന് പറഞ്ഞ പ്രദേശത്താണ് നമ്മുടെ ക്യൂണിഫോം ലിപി ആരംഭിച്ചത്. ദ സ്ക്രിപ്റ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ വെഡ്ജ് ഷേപ്ഡ് പിക്ചോഗ്രാഫിക് മാർക്സ് ഓൺ ക്ലേ ടേബിൾസ്. അതായത് നമ്മുടെ ആപ്പിൻ്റെ രൂപത്തിലുള്ള, നിങ്ങൾക്ക് ഇവിടെ ചിത്രം ഞാൻ നൽകാം, ഈ രൂപത്തിന് പറയുന്നില്ല ആപ്പ് അല്ലെ, അല്ലെങ്കിൽ വെഡ്ജ് എന്ന് പറയും ഇംഗ്ലീഷിൽ. അപ്പോൾ ആപ്പിൻ്റെ രൂപത്തിലുള്ള ചിത്രലിപിയാണ് നമ്മുടെ ക്യൂണിഫോം ലിപി. അതുപോലെ തന്നെ ഇത് എഴുതുന്നത് ക്ലേ ടേബിൾസ് അല്ലെങ്കിൽ കളിമൺ പ്രതലത്തിലാണ്, കളിമൺ പാളിയുടെ മുകളിലായിട്ടാണ് ഈ ലിപി എഴുതുന്നത്. ഇപ്പം ലിപി എന്ന് പറയുമ്പോൾ സംശയമൊന്നും വേണ്ട, നമ്മുടെ ഒരു ലാംഗ്വേജ് അല്ലെങ്കിൽ ഭാഷ അല്ലെങ്കിൽ എന്താ പറയുക എഴുത്ത് വിദ്യ, അതിൻ്റെയൊക്കെ ഒരു പുരാതനമായിട്ടുള്ള ഒരു രൂപത്തെയാണ് നമ്മുടെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സിഗുറാറ്റ്സ് അല്ല അടുത്ത പോയിന്റ് അല്ലേ, നമ്മുടെ അടുത്ത പോയിന്റ് സിഗുറാറ്റ്സ് എന്താന്നുള്ള കാര്യം നമുക്ക് നോക്കാം. സിഗുറാറ്റ്സ് വേർ ടെമ്പിൾ കോംപ്ലക്സസ്. സിഗുറാറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ദേവാലയ സമുച്ചയങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് ദേവാലയങ്ങൾ ടെമ്പിൾസിലെ കൂടുന്നതിനെയാണ് എന്ന് പറയുക സിഗുറാറ്റ്സ് എന്ന് പറയുന്നത്. ദ വാൾ ഓഫ് ദ സിഗുറാറ്റ്സ് വേർ ബിൽഡ് ഓഫ് ബേൺഡ് ബ്രിസ്ക്. അതായത് ചുട്ടെടുത്ത ഇഷ്ടികകൾ കൊണ്ടാണ് ഇതിൻ്റെ പുറം ഭാഗമൊക്കെ, ചുമർ ഭാഗം പുറം ഭാഗമൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. ഇറ്റ് ഹാസ് ബീൻ ഫൗണ്ട് ദാറ്റ് അറൗണ്ട് 25 സിഗുറാറ്റ്സ് വെർ ബിൽഡ് ഇൻ ദിസ് ഏരിയ. അതായത് ആ ഒരു കാലഘട്ടത്തിൽ ഏകദേശം 25ഓളം സിഗുറാത്തുകൾ അന്നത്തെ കാലഘട്ടത്തിൽ നിർമ്മിച്ചിരുന്നു. ദ സിഗുറാറ്റ്സ് ഇൻ ദ സിറ്റി ഓഫ് ഉർ ഈസ് സ്റ്റിൽ പ്രിസർവ്ഡ്. അതായത് ഉർ എന്ന് പറഞ്ഞ ഒരു നഗരമുണ്ട്, ആ നഗരത്തിൽ ഇപ്പോഴും ഒരു സിഗുറാസ് അവിടെ പ്രിസർവ് ചെയ്ത് അല്ലെങ്കിൽ സംരക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണെന്ത് നമുക്ക് നമ്മുടെ ആദ്യത്തെ മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തെ അല്ലെങ്കിൽ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഈജിപ്ത്യൻ സംസ്കാരം അല്ലെങ്കിൽ ഈജിപ്ത്യൻ സിവിലൈസേഷൻ എന്താണെന്ന് നോക്കാം.
The Egyptian civilization flourished in the valley of river Nile. നൈൽ നദീതടത്തിലാണ് ഈജിപ്ത്യൻ സംസ്കാരം വളർന്നു വന്നത്. ഈജിപ്ത് ഈസ് കോൾഡ് ദ ഗിഫ്റ്റ് ഓഫ് ദ നൈൽ. നൈലിന്റെ ദാനം എന്നാണ് ഈജിപ്തിനെ അറിയപ്പെടുന്നത്. ദ ഹൈറോഗ്ലിഫിക് സ്ക്രിപ്റ്റ് വാസ് ഡെവലപ്ഡ് ഇൻ ഈജിപ്ത്. ഈജിപ്തിൽ ഡെവലപ്പ് ചെയ്ത അല്ലെങ്കിൽ ഉണ്ടായ ഒരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഒരു ലിപിയാണ് ഹൈറോഗ്ലിഫിക് ലിപി. അപ്പൊ നമ്മൾ നേരത്തെ സംസ്കാരത്തിൽ നമ്മൾ അത് പഠിച്ചിരുന്നു അല്ലെ. അതായത് മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിൽ ക്യൂണിഫോം സ്ക്രിപ്റ്റ് ആയിരുന്നെങ്കിൽ നമ്മുടെ ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ ഏത് സ്ക്രിപ്റ്റ് ആണ്? ഹൈറോഗ്ലിഫിക് സ്ക്രിപ്റ്റ് ആണ് യൂസ് ചെയ്തത്. ഓക്കെ. ദ വേൾഡ് ഫേമസ് പിരമിഡ്സ് ആർ മോസ്റ്റ് റിമാർക്കബിൾ റിമൈൻസ് ഓഫ് ദിസ് സിവിലൈസേഷൻ. അതായത് പിരമിഡുകളൊക്കെ നമ്മുടെ ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ ചരിത്ര ശേഷിപ്പുകളാണ്. അപ്പോൾ ഇത്രയാണെന്ത് ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നമുക്ക് വിശദമായിട്ട് എന്താണ് ഹൈറോഗ്ലിഫിക്സ് സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഹൈറോഗ്ലിഫിക്സ് ലിപി എന്താണെന്നും അതുപോലെ തന്നെ പിരമിഡ്സ് എന്താണെന്നുള്ള കാര്യവും നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഹൈറോഗ്ലിഫിക്സ് എന്താണെന്നുള്ളത് നോക്കാം. ഇറ്റ് ഈസ് ദ സ്ക്രിപ്റ്റ് യൂസ്ഡ് ബൈ ദ ആൻഷ്യൻ ഈജിപ്ഷ്യൻസ്. അതായത് പുരാതന ഈജിപ്തുകാർ ഉപയോഗിച്ചിരുന്ന ഒരു ലിപിയാണത് ഹൈറോഗ്ലിഫിക്സ് ലിപി. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് സിംബിൾസ് ആൻഡ് ലെറ്റേഴ്സ് കോമൺലി റിട്ടൺ ഓൺ പാപ്പിറസ് ആൻഡ് വുഡ്. അതായത് ചിഹ്നരൂപവും അക്ഷരരൂപവും കൂട്ടിച്ചേർത്താണ് നമ്മുടെ ഈ ലിപി എഴുതുന്നത്. അതുപോലെ തന്നെ ഇത് എഴുതുന്നത് പാപ്പിറാസിലും അതുപോലെ തന്നെ വുഡിലുമാണ്. അതായത് പാപ്പിറാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രതലം, അതായത് ഈ ലിപി എഴുതുന്ന ഒരു പ്രതലം. അതുപോലെ തന്നെ വുഡ് പോലെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ തടി അല്ലെങ്കിൽ മരം പോലെ തന്നെ ഒരു പ്രതലമാണ്. അപ്പോൾ ഈ പ്രതലത്തിൽ വെച്ചിട്ടാണ് ഈ ലിപി എഴുതുന്നത്. ഇനി നമുക്ക് പിരമിഡ് എന്താന്നുള്ളത് ഒന്ന് നോക്കാം. ദ പിരമിഡ്സ് ആർ ദ ടോംസ് ഓഫ് ദ ഫറവോസ് ദ റൂളേഴ്സ് ഓഫ് ഈജിപ്ത്. അതായത് നമ്മുടെ ഈജിപ്തിലെ ഭരണാധികാരികളുടെ ടോംസ് അല്ലെങ്കിൽ ശവകുടീരങ്ങളെയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? പിരമിഡുകൾ. അല്ലെങ്കിൽ പിരമിഡ് എന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ. അതായത് ഈജിപ്തിലെ ഫറവോ എന്ന് പറഞ്ഞാൽ നമ്മളെ ഭരിക്കുന്ന ആളുകൾ അല്ലെ, രാജാക്കന്മാരെന്നൊക്കെ പറയാം നമുക്ക് അല്ലെ. അതായത് ഈജിപ്തിലെ നമ്മുടെ ഭരണാധികാരികളുടെ ശവകുടീരങ്ങളാണ് പിരമിഡുകൾ. ദ ബിഗ്ഗസ്റ്റ് പിരമിഡ് ഈസ് ദ വൺ അറ്റ് ഗിസ ബിൽഡ് ബൈ ദ ഫറവോ ഓഫ് ഗുഫു. അതായത് ഗുഫു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫറവോ ഗിസയിൽ നിർമ്മിച്ച പിരമിഡാണ് ഇവയിൽ ഏറ്റവും വലിയ പിരമിഡ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് നമ്മുടെ രണ്ടാമത്തെ സിവിലൈസേഷൻ, ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ചൈനീസ് സിവിലൈസേഷൻ ആണ്, ചൈനീസ് സംസ്കാരം. ദ ചൈനീസ് സിവിലൈസേഷൻ ഫ്ലറിഷ്ഡ് ഇൻ ദ ഹൊയാങ്ഹോ റിവർ വാലി. അപ്പൊ നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ. ഹൊയാങ് ഹോ, അത് 1-2 പ്രാവശ്യം പറഞ്ഞാൽ ശരിയാവും. ഹൊയാങ് ഹോ. അപ്പൊ ചൈനയുമായിട്ട് ബന്ധപ്പെട്ട പേരുകളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ. 1-2 പ്രാവശ്യം പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും. അപ്പോൾ ഹൊയാങ് ഹോ നദീതടത്തിലാണ് ചൈനീസ് സംസ്കാരം വളർന്നു വന്നത്. ഇറ്റ് ഈസ് റിമാർക്കബിൾ ദാറ്റ് ദ ചൈനീസ് പിക്ചോഗ്രഫിക് സ്ക്രിപ്റ്റ് formed in the Bronze Age exist even today with some changes. അതായത് അവർക്ക് ചൈനീസ് കാലഘട്ടത്തിൽ അവർക്കൊരു സ്ക്രിപ്റ്റ്, അവർക്കൊരു ലിപി ഉണ്ടായിരുന്നു. ആ ലിപിയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് അതേ ലിപി തന്നെയാണ് അവർ ഇപ്പോഴും ചൈനക്കാർ ഉപയോഗിക്കുന്നത്. ദ ചൈനീസ് വേർ എക്സ്പേർട്ട് ഇൻ മേക്കിംഗ് ബ്രോൺസ് സ്കൾപ്ചേഴ്സ്. അതായത് അവര് വെങ്കല ശില്പങ്ങൾ നിർമ്മിക്കാൻ അവര് വളരെ വിദഗ്ധരായിരുന്നു. അപ്പൊ ഇത്രയാണെന്ത് ചൈനീസ് സിവിലൈസേഷൻ അല്ലെങ്കിൽ ചൈനീസ് സംസ്കാരത്തെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് ഹാരപ്പൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരം. ദ ഹാരപ്പൻ സിവിലൈസേഷൻ ഫ്ലറിഷ്ഡ് ഇൻ ദ വാലി ഓഫ് ദ റിവർ ഇൻഡസ്. ഇൻഡസ് എന്ന് പറഞ്ഞാൽ സിന്ധു തടത്തിലാണ് നമ്മുടെ ഹാരപ്പൻ സംസ്കാരം വളർന്നു വന്നത്. ദ മേജർ സൈറ്റ്സ് ഓഫ് ദ സിവിലൈസേഷൻ ആർ സിറ്റുവേറ്റഡ് ഇൻ പ്രസന്റ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. അതായത് ഈ പ്രദേശം ഇന്നത്തെ
ഇന്ത്യയിലും പാകിസ്ഥാനിലുമായിട്ടാണ് നിലനിൽക്കുന്നത്. ടൗൺ പ്ലാനിംഗ് വാസ് ദ സ്ട്രൈക്കിംഗ് ഫീച്ചർ ഓഫ് ദ ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ സംസ്കാരത്തില് നഗരാസൂത്രണം വളരെ മികച്ചതായിരുന്നു. The thoroughfares, drainage system, granaries, trade centers, multi-stored house made of burnt bricks, etc. astonished even the modern world. അതായത് ആ കാലഘട്ടത്തിലെ തെരുവുകൾ, അഴുക്കുചാലുകൾ, ധാന്യപ്പുരകൾ, കച്ചവട കേന്ദ്രങ്ങൾ, ചുട്ടടുത്ത ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ച 2 നിലയുള്ള വീടുകൾ എന്നിവയൊക്കെ പുതിയ ലോകത്തെ പോലും അത്ഭുതപ്പെടുത്തുന്നവയായിരുന്നു. ദ ഹാരപ്പൻ പീപ്പിൾ വെർ ഫെമിലിയർ വിത്ത് ദ ആർട്ട് ഓഫ് റൈറ്റിംഗ്. അന്നത്തെ ജനങ്ങൾക്ക്, ഹാരപ്പൻ സിവിലൈസേഷൻ സംസ്കാര കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് എഴുത്തുവിദ്യ അറിയാമായിരുന്നു. മോഹൻജദാരോ, ഹാരപ്പ, കാലിബഗൻ, ലോഥാൾ were the major cities in the Indus Valley civilization. സിന്ധു നദീതട സംസ്കാരത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളായിരുന്നു മോഹൻജദാരോ, ഹാരപ്പ, കാലിബഗൻ, ലോഥാൾ എന്നിവ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഹാരപ്പൻ സിവിലൈസേഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് അതിൽ ഒരൊറ്റ കാര്യം കൂടി നമുക്ക് അതിന്റെ സബായിട്ട് പഠിക്കാനുണ്ട്. അതുകൂടി കഴിഞ്ഞാൽ ദ ഗ്രേറ്റ് ബാത്ത് അല്ലെങ്കിൽ മഹാസ്നാനഘട്ടം അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ 4ാമത്തെ സംസ്കാരവും കഴിയണം. അപ്പൊ നമുക്ക് ദ ഗ്രേറ്റ് ബാത്ത് അല്ലെങ്കിൽ മഹാസ്നാനഘട്ടം എന്താന്നുള്ളത് നോക്കാം. ദ ഗ്രേറ്റ് ബാത്ത് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് റിമൈൻസ് ഓഫ് ദ ഹാരപ്പൻ സിവിലൈസേഷൻ. അതായത് ഹാരപ്പൻ സംസ്കാരത്തിലെ ഒരു പ്രധാന ചരിത്ര ശേഷിപ്പാണ് ദ ഗ്രേറ്റ് ബാത്ത് അല്ലെങ്കിൽ മഹാസ്നാനഘട്ടം. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ മോഹൻജദാരോ. അതായത് നമ്മുടെ മഹാസ്നാനഘട്ടം അല്ലെങ്കിൽ ദ ഗ്രേറ്റ് ബാത്ത് എവിടെയാണ്? മോഹൻജദാരോയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ദ ഗ്രേറ്റ് ബാത്തിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിയാണ്. ഇന്ന് നമ്മൾ 4 സംസ്കാരങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പൊ നമുക്ക് എന്നത്തെയും പോലെ തന്നെ നോട്ട്ബുക്കിൽ ഈ കാര്യങ്ങളൊക്കെ എഴുതുക, അതേപോലെ ഹോംവർക്കൊക്കെ ചെയ്തിട്ട് അയച്ചു തരാം.